ഹായ് മാന്യ സുഹൃത്തുക്കളെ, കിസാൻവാടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതായത് നമ്മൾ അതിയായ വർഷത്തിൽ മുങ്ങിപ്പോയെന്ന് കരുതിയ, നശിച്ചു പോയെന്ന് കരുതിയ തണ്ണിമത്തനാണ്. അതായത് നമ്മൾ ഇതിപ്പോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇത് കാര്യമായിട്ട് നമുക്ക് നഷ്ടം വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ ചെടികൾ കംപ്ലീറ്റ് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കാര്യമായിട്ടുള്ള വിളവ് കിട്ടിയിട്ടുണ്ട്, നശിച്ചിട്ടില്ല എന്തായാലും. അപ്പൊ നമ്മൾ ഇത് വിപണിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിപണി കാത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഇത് മാത്രമല്ല, വെള്ളരിക്കയുണ്ട്. വെള്ളരിക്ക അപ്പുറം നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് പോവാം. അല്ല, നമ്മൾ വിപണിയിലേക്ക് കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് വെള്ളരിയുണ്ട്, തണ്ണിമത്തനുണ്ട്. തണ്ണിമത്തൻ ഇതെന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്. അപ്പൊ നമുക്ക് അത് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനത്തിലേക്ക് മാറാനാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞ തണ്ണിമത്തനാണ്, ഇത് റെഡ് അല്ല കേട്ടോ. ഇത് ഒരെണ്ണത്തിനും കേട് വന്നിട്ടില്ല. വെള്ളം ഇങ്ങനെ കയറി നിന്നപ്പോ ഞാൻ വിചാരിച്ചത് നന്നായിട്ട് ഇത് മോശമാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായാലും നല്ല കണ്ടാ, നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, ഒരു കുഴപ്പമില്ല. എന്താ സൂപ്പറാണ്. ഇതിപ്പോ വിളവെടുത്ത് വരാത്ത താമസമേ ഉള്ളൂ. പച്ചക്കറി നാട്ടിലെങ്ങും ഇല്ല. അപ്പൊ ഭയങ്കര ഡിമാൻഡാ. ഇപ്പൊ കടക്കാരോട് പറഞ്ഞപ്പോ ഇപ്പൊ തന്നെ എത്തും. അതിപ്പോ അവർക്ക് അത്യാവശ്യമാണ്, അവിടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടേ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞതാണ്. ചെറുതൊക്കെ ചിലത് ഒരെണ്ണമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട്. അതല്ല, അത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ കുഴപ്പമില്ല. മാർക്കറ്റിൽ ഇപ്പൊ പച്ചക്കറിക്ക് ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് വിലയുടെ പ്രശ്നത്തില് അങ്ങനെ കുഴപ്പമില്ല, നല്ല വില കിട്ടും. എന്താ ഇതൊക്കെ മറ്റേ പിന്നെ റെഡ് ഉണ്ട്, അതാകുമ്പോ അതും ഉണ്ട് കുറച്ച്. അപ്പൊ അത് ഞാനും കൊണ്ടുവരാം. പിന്നെ കുറച്ച് വെള്ളരിയുണ്ട്. കണ്ടാ, ഈ വെള്ളരിയൊക്കെ ചെറുതായി പോയി. കാരണം എന്ന് വെച്ചാൽ ഈ സമയം കഴിഞ്ഞത് കൊണ്ടേ കണ്ടാ, ഇത് ചെറുതായി പോയി. സമയം കഴിഞ്ഞതുകൊണ്ടല്ല, ഈ വെള്ളം നിന്നത് കൊണ്ടാണ് ചെറുതായി പോയത്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമുക്ക് ബാക്കി എടുത്തോണ്ട് വരാം. അപ്പൊ എന്താ അടുത്ത തണ്ണിമത്തനുമായിട്ട് വന്നേ. കുറച്ചുകൂടി ഉണ്ടെടുക്കാൻ. ഇത് മഞ്ഞയാണ്. എന്താ ഒരു സാധനം, ഇതൊന്നിനൊന്നും കുഴപ്പമില്ലാണ്ട. കണ്ട, ഇതൊരു ശകലം കൂടി വളയാനുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുപോരാ. സൂപ്പർ. എല്ലാം നല്ല സാധനങ്ങൾ. ഒരെണ്ണം കേടുണ്ട്, കേട്. എന്നാ കുഴപ്പമില്ല. ഇന്നുള്ള തണ്ണിമത്തനും വെള്ളരിയാണ്. അപ്പൊ തണ്ണിമത്തനും വെള്ളരിയും, അതായത് റെഡ് വെള്ളരിയും മഞ്ഞ അല്ല റെഡ് വെള്ളരിയല്ല, റെഡ് തണ്ണിമത്തനും യെല്ലോ തണ്ണിമത്തനും വെള്ളരിക്കായും കൊണ്ട്, അതായത് വൈകിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. എന്താ സൂപ്പർ സാധനമാണ് ഇത്. നമ്മൾ വൈകിട്ട് മറ്റു ഭക്ഷണമൊന്നും കഴിക്കരുത്. വെള്ളരി മുറിക്കുക, തണ്ണിമത്തൻ മുറിക്കുക. തണ്ണിമത്തൻ മഞ്ഞയും ഉണ്ട്, റെഡും ഉണ്ട്. അപ്പൊ അതെടുത്ത് ഇങ്ങനെ കഴിക്കാം. എന്നിട്ട് മഞ്ഞയും കഴിക്കാം. ഇത് മാത്രം കഴിച്ചാൽ മതി വൈകിട്ട്, വേറെ ഒന്നും കഴിക്കണ്ട. നല്ല പോഷക ഗുണമുള്ള ഹെൽത്തി ഫുഡാ. ഇനി വേറൊരു സാധനമുണ്ട്, വെള്ളരിക്ക. ഇത് തൊലിയൊന്നും കളയണ്ട, കാരണം വെച്ചാൽ മരുന്നൊന്നും അടിക്കുന്നില്ല. തൊലി കളയരുതും, ഇതിന്റെ കുടലുണ്ടല്ലോ, ഈ കുടലും കളയരുത്. അത് വെറുതെ ഇങ്ങനെ എടുത്തിട്ട്
ഇങ്ങനെ കഴിച്ചാൽ നമ്മുടെ നല്ല ഹെൽത്ത് ആയിരിക്കും. ഒരു രോഗം പിടിപെടുക ഇതുപോലുള്ള നല്ല ശുദ്ധമായ പച്ചക്കറി കഴിച്ചാൽ. അപ്പൊ നിങ്ങളും ഇതേപോലെ ശ്രമിച്ചു നോക്കൂ. പുതിയൊരു വിളവെടുക്കാൻ ശ്രമിക്കൂ. കൃഷി തുടരുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ബൈ. താങ്ക് യു.